നമസ്കാരം, CTV ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ സിജി. ആദ്യം പ്രധാന വാർത്തകൾ. നിർമ്മാണം പൂർത്തിയാക്കി പുത്തൂരിലെ സുവോളജിക്കൽ പാർക്ക് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്തു. മാടക്കത്ര പഞ്ചായത്തിലെ കച്ചിത്തോട് ഡാം ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ ഉദ്ഘാടനം ചെയ്തു. ഫീസ് വർധനയിൽ പ്രതിഷേധിച്ച് മണ്ണുത്തി കാർഷിക സർവകലാശാല ആസ്ഥാനത്തേക്ക് SFI നടത്തിയ മാർച്ചിൽ സംഘർഷം. പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. വടക്കാഞ്ചേരി ഗവൺമെന്റ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ പുതിയ ബ്ലോക്ക് നിർമ്മാണ ഉദ്ഘാടനം സേവ്യർ ചിറ്റിലപ്പള്ളി MLA നിർവഹിച്ചു. വിശദമായ വാർത്തകളിലേക്ക്. തൃശൂരുകാരുടെ 40 വർഷക്കാലത്തെ നീണ്ട കാത്തിരിപ്പിന് വിരാമം. പുത്തൂർ നിർമ്മാണം പൂർത്തിയാക്കിയ സുവോളജിക്കൽ പാർക്ക് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്തു. ലോക പ്രശസ്ത മൃഗശാല ഡിസൈനർ ജോൺ കോ സംവിധാനം ചെയ്ത് അന്താരാഷ്ട്ര നിലവാരത്തിൽ 336 ഏക്കർ സ്ഥലത്ത് വിനോദസഞ്ചാരികളെ മാടി വിളിച്ച് സുവോളജിക്കൽ പാർക്ക് നാടിന്റെ അഭിമാനമായി, തൃശൂരിന്റെ സ്വകാര്യ അഹങ്കാരമായി വ്യാപിച്ചു കിടക്കുന്നു. മറ്റു സംസ്ഥാനങ്ങളിൽ നിന്നും വിദേശത്തു നിന്നും കൂടുതൽ മൃഗങ്ങൾ ഉടൻ മൃഗശാലയിൽ എത്തുമെന്ന് പാർക്ക് യാഥാർത്ഥ്യമാക്കിയ മന്ത്രി K രാജൻ പറഞ്ഞു. ഓരോ വർഷവും ലഭിക്കുന്ന സംസ്ഥാന ബജറ്റിനു പുറമെ കിഫ്ബിയിൽ നിന്നും മന്ത്രി K രാജന്റെ നേതൃത്വത്തിൽ നടത്തിയ അശ്രാന്ത പരിശ്രമം മൂലം 348 കോടി രൂപ ലഭിച്ചതെടുത്ത് പറയേണ്ട നേട്ടമാണ്. 2016 K രാജൻ ഒല്ലൂർ MLA ആയതോടെയാണ് പാർക്കും നിർമ്മാണത്തിന് പുതുജീവൻ വച്ചത്. സുവോളജിക്കൽ പാർക്ക് മന്ത്രിയായ K രാജന്റെ അഭിമാന പ്രശ്നമായി മാറി. കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയത്തിന്റെ അനുമതി അദ്ദേഹം നേടിയെടുത്തു. പാർക്ക് നിർമ്മാണം വേഗത്തിൽ പൂർത്തിയാക്കാൻ PWDയുമായി ധാരണയുണ്ടാക്കി. രാജൻ MLAയും മന്ത്രിയുമായ 9 വർഷക്കാലത്തിനുള്ളിൽ 348 കോടി രൂപ കിഫ്ബിയിൽ നിന്നും നേടിയെടുത്തു എന്നത് ചെറിയ കാര്യമല്ല. 2018-19 പ്രളയക്കെടുതിയിലും 2020 കോവിഡും പാർക്കിന്റെ നിർമ്മാണത്തെ ബാധിക്കാതെ അദ്ദേഹം ശ്രദ്ധിച്ചു. പാർക്കിന്റെ 336 ഏക്കറിൽ മൃഗങ്ങളെ അവയുടെ ആവാസ വ്യവസ്ഥയിൽ തന്നെ പാർപ്പിച്ചിരിക്കുന്നു. കൂടാതെ വിശാലമായ കാർ പാർക്കിംഗ്, കഫറ്റീരിയ, കംഫർട്ട് സ്റ്റേഷനുകൾ, ഇലക്ട്രിക് ബസ്സുകൾ, തൃശൂർ നഗരത്തിൽ നിന്നും ദിവസേന ഡബിൾ ഡക്കർ ബസ്, ഭിന്നശേഷിക്കാരായ സന്ദർശകർക്ക് പ്രത്യേക സൗകര്യങ്ങൾ, കുട്ടികൾക്കും മുതിർന്നവർക്കും വിദേശ അരുമ പക്ഷി മൃഗാദികളെ താലോലിക്കാൻ കഴിയുന്ന പെറ്റ് സൂ എന്നിവ സന്ദർശകരെ കാത്തിരിക്കുന്നു. ഇന്ന് നടന്ന ഉദ്ഘാടന ചടങ്ങിന് 10 ദിവസം മുൻപ് ആഘോഷങ്ങൾക്ക് കൊടി ഉയർന്ന നാൾ മുതൽ വൈകിട്ട് വിവിധ കലാപരിപാടികളായിരുന്നു. ആയിരക്കണക്കിന് ജനങ്ങൾ ഈ ആഘോഷ പരിപാടിയിൽ ആഹ്ലാദപൂർവ്വം പങ്കെടുത്തിരുന്നു എന്നതും ശ്രദ്ധേയമാണ്. പുത്തൂർ സുവോളജി പാർക്ക് എല്ലാവരും സന്തോഷത്തിലാണ്. ആ സന്തോഷത്തിൽ പൂർണ്ണമായും പങ്കുചേർന്നുകൊണ്ട് എല്ലാവരുടെയും അനുമതിയോടെ നാടിന് സമർപ്പിച്ചതായി ആദ്യമായും അറിയിക്കട്ടെ. തൃശ്ശൂർ നിവാസികളുടെ ഒരു സ്വപ്നം ഇത് സാക്ഷാത്കരിക്കപ്പെട്ടത് യഥാർത്ഥത്തിൽ 2021 2016-21 കാലത്ത് അധികാരത്തിലിരുന്ന ഗവൺമെൻറ്റിന് തുടർഭരണം ജനങ്ങൾ സമ്മാനിച്ചതിൻ്റെ ഭാഗമായിട്ടാണ് എന്ന് അഭിമാനത്തോടെ പറയാൻ തയ്യാറാവുകയാണ്. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? നമ്മുടെ നാടിന് പല ദുരനുഭവങ്ങളുണ്ട്. ഒരു ഘട്ടത്തിൽ നല്ല രീതിയിൽ മുന്നോട്ട് പോയ പ്രവർത്തനം പിന്നൊരു ഘട്ടത്തിൽ മന്ദീഭവിച്ചു പോകുന്നത് പലയിടങ്ങളിലായി നാം കണ്ടിട്ടുണ്ട്. ആ ഒരു വിഷമസ്ഥിതി
മാടക്കത്തറ പഞ്ചായത്തിലെ കച്ചിത്തോട് ഡാം നവീകരണം പദ്ധതി പൂർത്തീകരണ ഉദ്ഘാടനം ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ നിർവഹിച്ചു. താണിക്കുടം പുഴ നവീകരണത്തിനായി മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കുമെന്ന് മന്ത്രി പറഞ്ഞു. കച്ചിത്തോട് ഡാമിന്റെ നവീകരണ പ്രവൃത്തികൾക്ക് ആവശ്യമായ പണം അനുവദിക്കുമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. റവന്യൂ ഭവന നിർമ്മാണ വകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് കെ രാജൻ അധ്യക്ഷനായി. മണ്ഡലത്തിലും ഗ്രാമപഞ്ചായത്തിലും നടപ്പിലാക്കിയ വിവിധ വികസന പ്രവർത്തനങ്ങളെക്കുറിച്ച് മന്ത്രി സംസാരിച്ചു. 5 കോടി രൂപയുടെ നവീകരണ പ്രവൃത്തികളാണ് പദ്ധതിയുടെ ഭാഗമായി നടപ്പാക്കിയത്. ചോർച്ച തടഞ്ഞ് ചെക്ക് ഡാം ബലപ്പെടുത്തലും ഡാമിന്റെ പുനരുജ്ജീവനവും പ്രധാന സന്ദർശക പോയിന്റുകളുടെ നിർമ്മാണവും പദ്ധതിയിലൂടെ പൂർത്തീകരിച്ചു. ഡാമിന്റെ പാർശ്വഭിത്തിയുടെ സംരക്ഷണവും റോഡ്, കഫറ്റീരിയ, ശുചിമുറി എന്നിവയുടെ നിർമ്മാണവും ആദ്യഘട്ടമായി പൂർത്തീകരിച്ചു. ഡാമിന്റെ മുകൾ ഭാഗത്തെ വശങ്ങളിൽ കരിങ്കൽ കെട്ടി ബലപ്പെടുത്തി ജിയോ ടെക്സ്റ്റൈൽ ചെയ്ത് ടാറിംഗ് നടത്തി. വിനോദസഞ്ചാരികൾക്ക് പ്രകൃതി ഭംഗി ആസ്വദിക്കാൻ നടപ്പാതകളിൽ ഇരിപ്പിട സംവിധാനവും ലൈറ്റുകളും സജ്ജമാക്കി. ഇക്കോ ടൂറിസത്തിന് വളരെയേറെ അനുയോജ്യമായ പ്രദേശമായ കച്ചിത്തോട് വികസനം വിനോദസഞ്ചാര വർധനവിനോടൊപ്പം കാർഷിക മേഖലയിൽ വലിയ മുന്നേറ്റത്തിന് കാരണമാകും. കച്ചിത്തോട് ഡാം പരിസരത്ത് നടന്ന ചടങ്ങിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ്, ഒല്ലൂക്കര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KR രവി, മാടക്കത്തറ പഞ്ചായത്ത് പ്രസിഡന്റ് ഇന്ദിരാ മോഹൻ എന്നിവർ വിശിഷ്ടാതിഥികളായി. മാടക്കത്തറ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സണ്ണി ചെന്നിക്കര, ജില്ലാ പഞ്ചായത്ത് അംഗം PS വിനയൻ, ഒല്ലൂക്കര ബ്ലോക്ക് പഞ്ചായത്ത് അംഗം PR സുരേഷ് ബാബു, ഗ്രാമപഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സാവിത്രി രാമചന്ദ്രൻ, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ KP പ്രശാന്ത്, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പുഷ്പ ചന്ദ്രൻ, ഗ്രാമപഞ്ചായത്ത് അംഗം ജെയ്മി ജോർജ്, എറണാകുളം മൈനർ ഇറിഗേഷൻ സെൻട്രൽ സർക്കിൾ സൂപ്രണ്ടിംഗ് എഞ്ചിനീയർ ഡോക്ടർ PS കോശി, തൃശൂർ മൈനർ ഇറിഗേഷൻ സബ് ഡിവിഷൻ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ S സീന ബീഗം, മൈനർ ഇറിഗേഷൻ ഡിവിഷൻ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ AI സീന, രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളായ ബേബി നെല്ലിക്കുഴി, സാജൻ പോൾ, VS സനൂപ്, മാർട്ടിൻ നാഥൻ, VS പ്രദീപ്, PK സാബു എന്നിവർ സംസാരിച്ചു. നിങ്ങളുടെ മുഖത്ത് കാണാനായിട്ട് എനിക്ക് കഴിയും. ഞാനിത് വരണമെന്ന് ആഗ്രഹിച്ചെങ്കിലും സമയപരിമിതി മൂലം പ്രിയപ്പെട്ട ശ്രീരാജൻ മിനിസ്റ്റർ തന്നെ ഉദ്ഘാടനം ചെയ്താൽ മതിയെന്ന് ആവർത്തിച്ച് പറഞ്ഞെങ്കിലും അദ്ദേഹം അതിനെ സമ്മതിച്ചില്ല. ഇപ്പോഴെനിക്ക് കാര്യം മനസ്സിലായി. അദ്ദേഹത്തിൻ്റെ ഒരു ഡ്രീം പ്രോജക്റ്റായിരുന്നു. അദ്ദേഹത്തിൻ്റെ കൺസെപ്റ്റിനനുസരിച്ച് അതിനെ വളർത്തിയെടുത്തുകൊണ്ട് വന്നു എന്നുള്ളത് ഇത്രയും അറിയുന്ന ഒരാളെന്ന നിലയിൽ ഞാൻ പറയട്ടെ, ഒരു കുറവുമില്ലാതെ അതിഗംഭീരമായി ഈ പരിപാടി സംഘടിപ്പിച്ചു. സംഘാടകരായിട്ടുള്ള പഞ്ചായത്തിനോട് ഈ ഡാം നാടിന് സമർപ്പിക്കാനുള്ള ഔപചാരിക ഫീസ് വർധനവിൽ പ്രതിഷേധിച്ച് തൃശൂർ മണ്ണുത്തി കാർഷിക സർവകലാശാല ആസ്ഥാനത്തേക്ക് SFI നടത്തിയ മാർച്ചിൽ സംഘർഷം. പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. ഉച്ചയ്ക്ക് 12:30 അക്കാദമിക് ബ്ലോക്കിലേക്ക് നടത്തിയ മാർച്ച് പോലീസ് ബാരിക്കേഡ് വെച്ച് തടഞ്ഞു. പ്രവർത്തകർ ബാരിക്കേഡ് മറിച്ചിട്ട് മറികടന്നു. ഇതോടെയാണ് പോലീസ് പലതവണ ജലപീരങ്കി പ്രയോഗിച്ചത്. തുടർന്ന് SFI സംസ്ഥാന സെക്രട്ടറി സഞ്ജീവ് ധർണ ഉദ്ഘാടനം ചെയ്തു. ഉദ്ഘാടന പ്രസംഗത്തിനു ശേഷവും മുദ്രാവാക്യ വിളികളുമായി സമരം തുടർന്നു. അക്കാദമി ബ്ലോക്കിന്റെ ഇരുമ്പ് ഗേറ്റ് തകർത്ത് കടക്കുവാനും പ്രവർത്തകർ ശ്രമിച്ചു. ഇതോടെ പോലീസ് വീണ്ടും ജലപീരങ്കി പ്രയോഗിച്ചു. 2 മണിക്കൂറിലധികം നീണ്ട പ്രതിഷേധ സമരത്തിനൊടുവിൽ പോലീസ് പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കിയതോടെയാണ് സമരം അവസാനിച്ചത്. സമരത്തിനിടെ ചർച്ച നടന്നുവെങ്കിലും ഒത്തുതീർപ്പാകാതെ പിരിഞ്ഞതോടെ വരും ദിവസങ്ങളിൽ സമരം കടുപ്പിക്കാനാണ് SFIയുടെ തീരുമാനം. ഡിഗ്രി, PG, PhD കോഴ്സുകൾക്കാണ് ഈ അക്കാദമിക് ഇയർ മുതൽ മുന്നറിയിപ്പില്ലാതെ 3 ഇരട്ടിയോളം ഫീസ് വർദ്ധിപ്പിച്ചത്. ഉറപ്പാണുണ്ടോ?
അടിക്കാൻ പതർച്ചു അത് ഫോഴ്സ് കൂട്ടാനേ ഫോഴ്സ് കുറച്ചിട്ടാ കാണുന്നു അതന്നെ ഫോഴ്സ് കൂട്ടി വ്യത്യസ്ത ഇടങ്ങളിലൊക്കെയും കാണാൻ ശ്രമിക്കുമ്പോൾ ഞങ്ങളോട് ആക്ഷേപത്തിലും ഞങ്ങളെ പരിഹസിക്കുകയും ചെയ്യുന്ന അദ്ദേഹത്തോട് പറയാനുള്ളത്, നിങ്ങൾ ഇനി എത്ര പരിഹസിച്ചാലും എത്ര ആക്ഷേപിച്ചാലും ഞങ്ങൾക്ക് ഈ നിലപാടിൽ നിന്ന് ഒരു തെല്ലിടമാറാൻ കഴിയില്ല. ഈ ഫീസ് വർധനവ് അടിയന്തരമായി പിൻവലിച്ച് ഈ കാര്യത്തിൽ തീരുമാനമാകുന്നത് വരെ SFI ഇവിടെ നിലയുറപ്പിക്കുമെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് സഖാക്കളെ, ഇതിന്റെ ഭാഗമായി ഇതിന്റെ ഉള്ളിൽ നമ്മൾ എപ്പം വരുന്നുണ്ടോ അപ്പോഴൊക്കെ ഇവിടെ രജിസ്ട്രാർ ഉണ്ടാവില്ല, എപ്പൊക്കെ വരുന്നുണ്ടോ അപ്പോഴൊക്കെ PC ഉണ്ടാവില്ല. ഇയാൾക്ക് എന്താ പണി നമുക്ക് മനസ്സിലാകുന്നില്ല. ഒരു രജിസ്ട്രാർ എന്ന നിലയിൽ ഇവിടെ ഇരുന്നിട്ടാണ് ഇതൊക്കെ ചെയ്യാനും ഇതൊക്കെ നോക്കാനുമാണ് ശമ്പളം കൊടുക്കുന്നത്. അതുകൊണ്ട് ഈ ശമ്പളം വാങ്ങി വീട്ടിലിരിക്കാനാണെങ്കിൽ വീട്ടിൽ തന്നെ ഇരുന്നാൽ മതി. പകരം ചുമതല ആർക്കെങ്കിലും കൊടുത്ത് ഉത്തരവാദിത്തപ്പെട്ട ഒരു കാര്യത്തെ കുറിച്ച് സംസാരിക്കാൻ വരുമ്പോൾ ഒളിച്ചോടുന്ന ഇമാതിരി കള്ളന്മാരായിട്ടുള്ള ആളുകൾ യഥാർത്ഥത്തിൽ വിദ്യാർത്ഥികളെയും ഈ നാടിനെയും പൊതുസമൂഹത്തെയും വഞ്ചിക്കുകയാണ് ചെയ്യുന്നത്. ഇടതു ബദലിനും ഇടത് നയത്തിനും എതിരാണ് കാർഷിക സർവകലാശാലയുടെ പ്രവർത്തനം, അതിന്റെ VC-യുടെ പ്രവർത്തനം. VC ഇപ്പോ കുറെ കഥയും കവിതയും ഇതൊക്കെ എഴുതുന്ന ആളാണ്, സ്വന്തമായി കവിതയൊക്കെ എഴുതി പുറത്തിറക്കുന്ന ആളാണ്. എങ്ങനെയെങ്കിലും ഒക്കെ ഈ നാട്ടിലെ ഇടതുവിരുദ്ധ മനോഭാവം പൊതുജനങ്ങളിലേക്ക് എത്തിക്കാനും മനോരമയ്ക്ക് പ്രത്യേകമായി വാർത്ത ചോർത്തി കൊടുക്കുന്ന ആളുടെ പേര് കൂടിയാണ് അശോക്. അതുകൊണ്ട് അദ്ദേഹം ഇനിയും കഥകൾ എഴുതുന്നുണ്ടെങ്കിൽ കഥകളൊക്കെ എഴുതുക, അത് പ്രസിദ്ധീകരിക്കാനൊക്കെ ആളുകൾ ഇവിടെയുണ്ട്, ക്യൂ നിൽക്കാൻ ആളുകളുണ്ട്. അത് എഴുതുന്നതിന് പകരം ഞങ്ങൾക്കിട്ട് കഥ എഴുതാൻ വരാം എന്ന് ഒരിക്കൽ കൂടി അശോക് കരുതുകയാണെങ്കിൽ ഞങ്ങൾ ഈ സമരമുറകൾക്കപ്പുറത്തേക്ക് അശോക് കേരളത്തിൽ എവിടെയൊക്കെ ചവിട്ടി മണ്ണിൽ നിൽക്കുന്നുണ്ടോ അവിടെയൊക്കെ SFIയുടെ പതാക ഉയർത്തി ഞങ്ങൾ ഉണ്ടാകും. സംസ്ഥാന സർക്കാരിന്റെ ബജറ്റ് പ്രവൃത്തിയിൽ ഉൾപ്പെടുത്തിയ ഫണ്ട് വിഹിതമായ 350 ലക്ഷം രൂപ വിനിയോഗിച്ച് നിർമ്മിക്കുന്ന വടക്കാഞ്ചേരി ഗവൺമെന്റ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ പുതിയ ബ്ലോക്കിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനം സേവർ ചിറ്റിലപ്പള്ളി MLA നിർവഹിച്ചു. ടെൻഡർ നടപടികൾ പൂർത്തീകരിച്ച് 18 മാസത്തെ പൂർത്തീകരണ കാലാവധിയോടെയാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്നത്. കെട്ടിടത്തിന്റെ താഴത്തെ നിലയിൽ 3 ലാബുകൾ, സ്റ്റാഫ് റൂം, പ്രിൻസിപ്പൽ റൂം, ആൺകുട്ടികൾക്കായുള്ള ടോയ്ലറ്റ് ബ്ലോക്ക്, കോണിമുറിയും ഉൾപ്പെടെ G+2 ആയി 11,022 സ്ക്വയർ ഫീറ്റ് വിസ്തൃതിയിലുള്ള പുതിയ കെട്ടിടത്തിന്റെ നിർമ്മാണ പ്രവൃത്തികൾക്ക് നേതൃത്വം നൽകുന്നത് പൊതുമരാമത്ത് കെട്ടിട വിഭാഗമാണ്. നഗരസഭാ ചെയർമാൻ PN സുരേന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. കൌൺസിലർ സന്ധ്യ കൊടക്കാടത്ത്, KD ബാഹുലയൻ മാസ്റ്റർ, MU കബീർ, അജിത് കുമാർ മല്ലയ്യ, EK കുമാരൻ, അജീഷ് കർക്കിടകത്ത്, CU പുഷ്പരാജൻ, KV നിലീന എന്നിവർ സംസാരിച്ചു. നഗരസഭാ വൈസ് ചെയർപേഴ്സൺ ഷീല മോഹൻ സ്വാഗതവും പ്രിൻസിപ്പൽ സുനിത ജോൺ നന്ദിയും അറിയിച്ചു. ഇതിന്റെ നിർമ്മാണ പ്രവർത്തനം അതിന്റെ ഫിനിഷിംഗിലേക്ക് എത്താൻ
നമുക്ക് കഴിയണം. അതിനിടയിൽ ഇവിടെ ഓണത്തിൻ്റെ ആഘോഷം, ഇനിയിപ്പോൾ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടിട്ട് ഇവിടെ പിന്നെ വോട്ടിൻ്റെ പെട്ടി പങ്കയ്ക്കലും സ്ട്രോങ് റൂമൊക്കെ വരുന്നതോട് കൂടിയിട്ട് ഉണ്ടാകാടിയുള്ള പ്രശ്നങ്ങളുണ്ട്. ആരെങ്കിലും കിടത്താതെ വന്നാൽ വീണ്ടും സ്റ്റോപ്പാവും. അപ്പോൾ അതൊക്കെ കത്ത് കൊടുത്ത് അറേഞ്ച് ചെയ്ത് ഒരു ദിവസം പോലും മുടങ്ങാതെ കാര്യങ്ങൾ മുന്നോട്ട് പോയാൽ നമുക്കിത് ഒരു മാർച്ച് മാസത്തോടു കൂടി, അങ്ങനെയല്ലേ എന്തോ മാർച്ച് മാസത്തോടു കൂടി നമുക്ക് ഉദ്ഘാടനം ചെയ്യാം എന്ന് പറഞ്ഞ അടുത്ത അധ്യയന വർഷം നമുക്ക് നമ്മുടെ കുട്ടികളെ ഈ വിദ്യാലയത്തിൽ ഇരുത്താം. നല്ല ഓഫീസ് റൂമും നല്ല സ്റ്റാഫ് റൂമും എല്ലാ നിലയിലും ടോയ്ലറ്റും അല്ലേ, 2 പ്രധാനപ്പെട്ട പിന്നെ ലാബുകളൊക്കെ ആയി നമുക്ക് ഈ കെട്ടിടം പൂർണ്ണതയിലെത്താം. ഞാനിപ്പോൾ ഇവിടെ ഇരുന്നിട്ട് സാൻഡോൻ്റെ അടുത്ത് അദ്ദേഹം M.Tech ആണ്. അപ്പം അദ്ദേഹത്തിനോട് ഞാൻ ചോദിച്ചു, ഈ ട്രസ് നേരെ പൊക്കിയിട്ട് അതിൻ്റെ മുകളിലേക്ക് വയ്ക്കാൻ പറ്റുമെന്ന് ചോദിച്ചോണ്ട്. ഇടവേള. ചേരും നേരം ഇന്നും കണ്ണിൽ മിന്നും നീ കാലം നമ്മിൽ ഒന്നായി മാറി ഓരോ നാടും നീ എൻ സ്വന്തം. SRK Gold and Diamonds, കാളത്തോട്, തൃശൂർ. Making every celebration sparkle. Mediplus Diagnostics, an ISO quality specified diagnostic center. മണ്ണുത്തിയിൽ ആദ്യമായി ഡിജിറ്റൽ എക്സ്റേ, അൾട്രാസൗണ്ട് ആൻഡ് കളർ ഡോപ്ലർ സ്കാനിംഗ്, മോഡുലാർ ലബോറട്ടറി, ECG ആൻഡ് ഡോക്ടേഴ്സ് കൺസൾട്ടേഷൻ. ഇപ്പോൾ ഇവയെല്ലാം ഒരു കുടക്കീഴിൽ. വിദഗ്ധരായ ടെക്നീഷ്യന്മാരുടെ നേതൃത്വത്തിൽ അന്താരാഷ്ട്ര നിലവാരമുള്ള അതിനൂതന ടെക്നോളജിയുടെ ഫുള്ളി ഓട്ടോമാറ്റിക് അനലൈസറുകളുടെ സഹായത്താൽ കൃത്യതയാർന്ന പരിശോധനാ ഫലങ്ങൾ. റാൻഡോക്സ് QC UK, ക്രിസ്ത്യൻ മെഡിക്കൽ കോളേജ് വെല്ലൂർ എന്നീ ഗുണമേന്മ പരിശോധനയുടെ അംഗീകാരം. ഹോം കണക്ഷൻ, സ്പെഷ്യൽ ഡിസ്കൗണ്ടുകളോടുകൂടിയ ഹെൽത്ത് പാക്കേജുകൾ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. ഓർത്തോപീഡിക് സർജൻ തിങ്കൾ വ്യാഴം ദിവസങ്ങളിൽ വൈകുന്നേരം 5 മണി മുതലും ജനറൽ മെഡിസിൻ MD, കൺസൾട്ടന്റ് ഫിസിഷ്യൻ ആൻഡ് ഡയബറ്റോളജിസ്റ്റ് വൈകിട്ട് 5 മണി മുതൽ സേവനമനുഷ്ഠിക്കുന്നു. സ്കാനിങ്ങിനും ഡോക്ടർമാരുടെ ബുക്കിംഗിനുമായി കോൺടാക്ട് മെഡിപ്ലസ് ഡയഗ്നോസ്റ്റിക്സ്, സുവർണ ബസാർ, മണ്ണുത്തി. ഫോൺ 0487237237 മൊബൈൽ 7902272374. 35 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള മണ്ണുത്തിയിലെ ഏക സ്ഥാപനം രചന ലബോറട്ടറി. ഫുള്ളി കമ്പ്യൂട്ടറൈസ്ഡ് ISO സർട്ടിഫൈഡ് ലബോറട്ടറി. ഹെമറ്റോളജി, ബയോകെമിസ്ട്രി, ഇലക്ട്രോലൈറ്റ്സ്, ഹോർമോൺസ്, സെറോളജി, ക്ലിനിക്കൽ പാത്തോളജി, ECG. ഫുള്ളി ഓട്ടോമാറ്റിക് മെഷീനറികളുടെ സഹായത്താൽ ഉത്തരവാദിത്വത്തോടുകൂടി റിസൾട്ടുകൾ പേഷ്യൻസിന് ലഭ്യമാക്കുന്നു. ഒറ്റ ഫോൺ കോളിൽ ഹോം സർവീസ്. വിദഗ്ധരായ ടെക്നീഷ്യന്മാരുടെ സേവനം. എല്ലാ ദിവസവും രാവിലെ 7 മുതൽ വൈകിട്ട് 7 വരെയും ഞായറാഴ്ചകളിൽ രാവിലെ 7 മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെയും തുറന്നു പ്രവർത്തിക്കുന്നു. രചന ലബോറട്ടറി, NH റോഡ്, മണ്ണുത്തി. an ISO സർട്ടിഫൈഡ് ലബോറട്ടറി. ഉറങ്ങണില്ല, ഏത് നേരം ഈ പാവം പിടിച്ചോണ്ടിരിപ്പാ. കുട്ടി പറയൂ, എന്താണ് യഥാർത്ഥ പ്രശ്നം? ഒന്നുമില്ല. യു ഹാവ് എനി സോർട്ട് ഓഫ് ഡിപ്രഷൻ, പ്രണയ നൈരാശ്യം? മൂട്ടയൊന്നുമില്ല, പക്ഷെ കിടക്കാം. ഇത് ഏത് മെഡിസിൻ? മെഡിസിൻ അല്ല, റോയൽ ബെഡ് ഹൗസ്. റോയൽ ബെഡ് ഹൗസ്, ഷൊർണൂർ റോഡ്, തൃശൂർ. കഥ കേൾക്കാൻ റെഡിയായിട്ടായിരുന്നു അച്ചു വന്നത്. കുനുകുനയുള്ള കുഞ്ഞക്ഷരങ്ങൾ, ഒരു രക്ഷയുമില്ല. പണ്ടുള്ളവർ പറയുന്നത് പോലെ കണ്ണങ്ങട് പിടിക്കുന്നില്ല. വിഷമിച്ചാണ് പോയതെങ്കിലും അമ്മയ്ക്ക് വായിക്കാൻ പാകത്തിന് വലിയ അക്ഷരങ്ങളിൽ കണ്ണിന്റെ എല്ലാ പ്രശ്നങ്ങൾക്കുമുള്ള പരിഹാരവുമായാണ് എന്റെ കുഞ്ഞ് കൺസൾട്ടന്റ് എത്തിയത് കേട്ടോ. യെസ്, തൃശൂർ മണ്ണുത്തിയിലുള്ള ഡോക്ടർ ആശാസ് അമൃത ഐ ക്ലിനിക്. കണ്ണ് സംബന്ധിച്ച എല്ലാ വിഷമതകൾക്കും കംപ്ലീറ്റ് സൊല്യൂഷൻ ഇവിടെയുണ്ട്. അത്യാധുനിക സംവിധാനങ്ങൾ ഉപയോഗിച്ചുള്ള നേത്ര ചികിത്സയ്ക്ക് ശേഷം കണ്ണിൽ വന്ന മാറ്റം എനിക്ക് കുറച്ചൊന്നുമല്ല ആത്മവിശ്വാസം നൽകിയത്. ഇനിയും 100 കഥകൾ വായിച്ചു കൊടുക്കാൻ പ്രാപ്തമായ മിഴികളാക്കി തിരിച്ചു തന്നത് ഡോക്ടർ ആശയാണ്. കാഴ്ചയാണ് ഭാഗ്യം. ഡോക്ടർ ആശാസ് അമൃത ഐ ക്ലിനിക്, മണ്ണുത്തി, തൃശൂർ. പുട്ട് കഴിക്കണം. എനിക്ക് പുട്ട് കഴിക്കാൻ തോന്നുന്നു. എനിക്ക് പുട്ട് കഴിക്കാൻ തോന്നുന്നുണ്ട്. പുട്ടാ? ഈ നേരത്താ? വഴിയുണ്ടാക്കാം.
യൂണിക് കിച്ചൻ പുട്ടുപൊടി, ശുദ്ധമായ ഭക്ഷണം, ഇത് ഞങ്ങളുടെ പ്രോമിസ്. വാർത്തകൾ തുടരുന്നു. KCYM പൊങ്ങണംകാട് യൂണിറ്റിന്റെ നേതൃത്വത്തിൽ മദ്രേ മരിയ ഫാൻസി ഡ്രസ് കോമ്പറ്റീഷൻ സംഘടിപ്പിച്ചു. വിവിധതരം മാതാവിന്റെ പ്രത്യക്ഷീകരണങ്ങൾ മത്സരാർത്ഥികൾ അവതരിപ്പിച്ചു. ഇടവകയിലെ കുടുംബ കൂട്ടായ്മ യൂണിറ്റിന്റെ അടിസ്ഥാനത്തിലായിരുന്നു മത്സരം. ജപമാല സമാപനത്തിനു ശേഷം നടത്തിയ മത്സരത്തിൽ ഇടവക വികാരി റവറന്റ് ഫാദർ ജോബി ചുള്ളിക്കാടൻ അധ്യക്ഷത വഹിച്ചു. ബ്രദർ നിതിൻ വെള്ളറ, വൈസ് പ്രസിഡന്റ് ഐറിൻ, ജോയിന്റ് സെക്രട്ടറി ജോവിറ്റ റോസ്, സാനിയ സണ്ണി, KCYM അംഗങ്ങൾ എന്നിവർ നേതൃത്വം നൽകി. അപകടങ്ങളെക്കുറിച്ചും പ്രാർത്ഥനയുടെ പ്രാധാന്യത്തെക്കുറിച്ചും നിങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകാനാണ് ഞാൻ വന്നിരിക്കുന്നത്. ആളുകളെ ദൈവത്തിലേക്ക് അടുപ്പിക്കുന്നതിനുള്ള ഏറ്റവും ശക്തമായ ആയുധമാണ് ജപമാല. നിങ്ങളെല്ലാവരും ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുവിൻ. ലോക സമാധാനത്തിന് വേണ്ടിയും പാപികളുടെ മാനസാന്തരത്തിന് വേണ്ടിയും നിങ്ങളെല്ലാവരും ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുവിൻ. ഭക്തി, പ്രാർത്ഥന, ത്യാഗം ഇവയാണ് രക്ഷയിലേക്കുള്ള പാത. നിങ്ങളെല്ലാവരും ദൈവത്തിലേക്ക് തിരിയുവിൻ. എൻ്റെ പ്രിയ മക്കളെ, നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ പ്രത്യേക സംരക്ഷണവും ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുന്ന നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ പ്രത്യേക സംരക്ഷണവും ദൈവിക കൃപയും ഞാൻ വാഗ്ദാനം ചെയ്യുന്നു. എൻ്റെ ആത്മാവ് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു. എൻ്റെ ചിത്രം എൻ്റെ രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്നു. അവിടുന്ന് തൻ്റെ ദാസിയുടെ ദൈവവിശ്വാസം നഷ്ടപ്പെട്ട നീതിരഹിതമായി ദൈവത്തെ തള്ളിപ്പറഞ്ഞ് ജീവിച്ച ഈ സമൂഹത്തിലേക്ക് എനിക്ക് ഒന്നേ പറയാനുള്ളൂ: ഭയപ്പെടേണ്ട മക്കളെ, അടുത്തു വരുവിൻ മക്കളെ. നിങ്ങൾ നന്നായി പ്രാർത്ഥിക്കണം, രാവിലെയും വൈകിട്ടും പ്രാർത്ഥിക്കണം. ഇടിമിന്നലോട് കൂടിയ ശക്തമായ മഴയ്ക്ക് സാധ്യത. യെല്ലോ അലേർട്ട്. 7 ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചു. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, എറണാകുളം, ഇടുക്കി ജില്ലകളിലാണ് യെല്ലോ അലേർട്ട്. ബംഗാൾ ഉൾക്കടലിലെ ചുഴലിക്കാറ്റിന്റെയും അറബിക്കടലിലെ തീവ്ര ന്യൂനമർദ്ദത്തിന്റെയും സ്വാധീന ഫലമായാണ് നിലവിൽ സംസ്ഥാനത്ത് മഴ തുടരുന്നത്. കേരളപ്പിറവി ദിനമായ നവംബർ 1 സാഹിത്യ അക്കാദമി ചങ്ങമ്പുഴ ഹാളിൽ വേൾഡ് മലയാളി കൗൺസിൽ തൃശൂർ ചാപ്റ്റർ സൗണ്ട് ഓഫ് മ്യൂസിക് വിവിധ പരിപാടികൾ അവതരിപ്പിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. എഴുത്തച്ഛൻ പുരസ്കാര ജേതാവ് വസന്തൻ, MP സുരേന്ദ്രൻ, കവി രാവുണ്ണി, K ഉണ്ണികൃഷ്ണൻ, ശശി കളരിക്കൽ, PMM ഷെരീഫ്, സന്തോഷ്, മാധവിക്കുട്ടി എന്നിവർ പങ്കെടുക്കും. വാർത്താസമ്മേളനത്തിൽ അജിത്, ശ്രീകുമാർ, ജോജു, US മോഹൻ, സന്തോഷ് കുമാർ എന്നിവർ പങ്കെടുത്തു. 1 കോടി രൂപ ചിലവഴിച്ച് തെക്കുംകര പഞ്ചായത്ത് നവീകരിച്ച കരുമത്ര താമരക്കുളം മാസങ്ങൾക്കുള്ളിൽ തകർന്ന് തരിപ്പണമായി. കൈവരികൾ ഇടിഞ്ഞും കൽക്കെട്ടുകൾ തകർന്നും അതീവ ശോചനീയാവസ്ഥയിലാണ് ഇന്ന് കുളം.
ഗുണനിലവാരം ഒട്ടുമില്ലാത്ത അസംസ്കൃത വസ്തുക്കളും അശാസ്ത്രീയ നിർമ്മാണവും അഴിമതിയുമാണ് ഇപ്പോഴത്തെ അവസ്ഥയ്ക്ക് കാരണമെന്നാരോപിച്ച് കോൺഗ്രസ് രംഗത്തെത്തി. പ്രവർത്തനത്തിലെ അശാസ്ത്രീയത അവസാനിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് നിർമ്മാണ കാലഘട്ടത്തിൽ തന്നെ കരുമത്ര വടക്കേക്കര കോൺഗ്രസ് കമ്മിറ്റി രംഗത്തെത്തിയിരുന്നു. അന്ന് അഴിമതി ഇല്ലാതാക്കാൻ ഒരു നടപടിയും സ്വീകരിക്കാതിരുന്നതാണ് ഇപ്പോഴത്തെ അവസ്ഥയ്ക്ക് കാരണമെന്ന് കുളം സന്ദർശിച്ച കോൺഗ്രസ് വടക്കാഞ്ചേരി ബ്ലോക്ക് ജനറൽ സെക്രട്ടറി കുട്ടൻ മച്ചാട് അഭിപ്രായപ്പെട്ടു. രൂക്ഷമായ വേനലിൽ പോലും വറ്റാത്ത ജലസ്രോതസ്സാണ് താമരക്കുളം. ഒട്ടേറെ കർഷകർക്ക് ഗുണപ്രദവുമാണ്. നവീകരണത്തിലൂടെ കുളത്തിന്റെ ഭൂമിശാസ്ത്രപരമായ കിടപ്പ് തന്നെ നഷ്ടപ്പെടുത്തി. കുളത്തിൽ ഇറങ്ങാൻ പോലും കഴിയാത്ത സ്ഥിതിവിശേഷവും നിലനിൽക്കുന്നു. മുടക്കിയ 1 കോടി കരാറുകാരിൽ നിന്നും പഞ്ചായത്ത് ഭരണസമിതിയിൽ നിന്നും തിരിച്ചുപിടിക്കണം. നികുതി പണം കൊള്ളയടിച്ചവരെ മാതൃപരമായി ശിക്ഷിക്കണം. വിജിലൻസ് അന്വേഷണം നടത്തണമെന്നും കുട്ടൻ മച്ചാട് ആവശ്യപ്പെട്ടു. വാർഡ് കോൺഗ്രസ് കമ്മിറ്റി ഭാരവാഹികളായ വിനോദ് മാടവന, NM വിനീഷ്, സന്തോഷ് എറക്കാട്, ജെയിംസ് കുണ്ടുംകുളം, AA ബഷീർ, CO അലൂഷ്യസ്, AB ആഷിഖ്, NC അഖിൽ, KJ അജോൺ, NP ചാക്കുണ്ണി തുടങ്ങിയവർ കുളം സന്ദർശിച്ച സംഘത്തിലുണ്ടായിരുന്നു. ഒരിടവേള കൂടി. ആതുര ശുശ്രൂഷ രംഗത്ത് 4 നൂറ്റാണ്ടായി മഹനീയ സേവനം കാഴ്ചവെച്ച് വിലങ്ങന്നൂർ സെന്ററിൽ പ്രവർത്തിക്കുന്ന പനക്കൽ ആയുർവേദ ഫാർമസിയുടെ നവീകരിച്ച ആയുർവേദ ക്ലിനിക് ഇപ്പോൾ തുറന്നു പ്രവർത്തിക്കുന്നു. തിങ്കൾ, വെള്ളി ദിവസങ്ങളിൽ വൈകിട്ട് 3 മുതൽ 6 വരെ ഡോക്ടർ വിനയ ജിബിൻ പനക്കൽ രോഗികളെ പരിശോധിക്കുന്നു. സ്ത്രീകൾക്കായി പ്രത്യേക പരിശോധനാ സംവിധാനം. ഏത് രോഗത്തിനും പ്രതിവിധി. പനക്കൽ ആയുർവേദ ഫാർമസി, വിലങ്ങന്നൂർ. ഫോൺ നമ്പർ 9495225992. പരിശുദ്ധ സ്വർണ്ണ വിപണനത്തിന്റെ വിശ്വസ്തവും സംതൃപ്തവുമായ 40 വർഷങ്ങൾ. സണ്ണീസ് ജ്വല്ലറി. കാലത്തിനൊപ്പം മാറുന്ന ഡിസൈനുകളുമായി തീർത്തും പരിശുദ്ധമായ സ്വർണം, വെള്ളി, ഡയമണ്ട് ആഭരണങ്ങൾ. ഇഷ്ടാനുസരണം തിരഞ്ഞെടുക്കാൻ വിപുലമായ കളക്ഷൻസ്. സുദീർഘമായ 4 പതിറ്റാണ്ടിലൂടെ ആർജിച്ചെടുത്ത ജനവിശ്വാസം. മണ്ണുത്തിയിൽ തൃശൂർ ബസ് സ്റ്റോപ്പിന് സമീപവും പോസ്റ്റ് ഓഫീസിന് സമീപവുമായി 2 ഷോറൂമുകൾ. മോഹന വാഗ്ദാനങ്ങളില്ലാത്ത വിശ്വസ്ത സ്ഥാപനം. സണ്ണീസ് ജ്വല്ലറി, തൃശൂർ ബസ് സ്റ്റോപ്പിന് സമീപം, മണ്ണുത്തി. പോസ്റ്റ് ഓഫീസിന് സമീപം, മണ്ണുത്തി. നീലി എന്റെ എല്ലാ പ്രശ്നത്തിലും കൂടി ഉണ്ടായിരുന്നു. ഇനി ആരൊക്കെ എതിർത്താലും എന്തൊക്കെ സംഭവിച്ചാലും നിന്നെ ഞാൻ ഇവിടെ മുള്ളൂ. അയ്യോ ചേട്ടൻ, വാർത്തകൾ തുടരുന്നു. സർദാർ വല്ലഭായ് പട്ടേലിന്റെ 150ാം ജന്മദിനാഘോഷങ്ങൾ യുവജന കായിക മന്ത്രാലയത്തിന്റെ കീഴിൽ മേര യുവഭാരത് രാജ്യമെമ്പാടും വിപുലമായി വിവിധ പരിപാടികളോടെ അവതരിപ്പിക്കുമെന്ന് ജില്ലാ യൂത്ത് ഓഫീസർ C. ബിൻസി വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഒക്ടോബർ 31 മുതൽ നവംബർ 25 വരെ എല്ലാ ജില്ലകളിലും പദയാത്രകൾ, യൂണിറ്റി മാർച്ച് എന്നിവ സംഘടിപ്പിക്കും. ദേശീയ പദയാത്ര തൃശൂർ ലോക്സഭാ മണ്ഡലത്തിൽ 31-ന് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി ഉദ്ഘാടനം ചെയ്യും. ആലത്തൂർ മണ്ഡലത്തിലെ പദയാത്ര K. രാധാകൃഷ്ണൻ MP ഫ്ളാഗ് ഓഫ് ചെയ്യും. വാർത്താ സമ്മേളനത്തിൽ രഞ്ജിത്ത് വർഗീസ്, S. സതീഷ്, O. നന്ദകുമാർ, MS ഐശ്വര്യ എന്നിവർ പങ്കെടുത്തു. തൃശൂർ കഥകളി ക്ലബിന്റെ സജീവ പ്രവർത്തകനും അഭിഭാഷകനുമായ അഡ്വക്കേറ്റ് CK നാരായണൻ നമ്പൂതിരിപ്പാട് അന്തരിച്ചു. 1934 ഓഗസ്റ്റ് 24-ന് ചേർപ്പ് ചിറ്റൂർ മനയിൽ കുഞ്ഞൻ നമ്പൂതിരിപ്പാടിന്റെയും പാർവതി അന്തർജനത്തിന്റെയും മകനായി ജനിച്ചു. സെന്റ് തോമസ് കോളേജിലെ പഠനത്തിനു ശേഷം എറണാകുളം ലോ കോളേജിൽ നിന്ന് നിയമബിരുദം നേടി. തൃശൂർ ബാറിൽ എൻറോൾ ചെയ്ത് അഭിഭാഷക വൃത്തി ആരംഭിച്ചു. ധനലക്ഷ്മി ബാങ്ക്, നെടുങ്ങാടി ബാങ്ക്, പെരിങ്ങോട്ടുകര നമ്പൂതിരി യോഗക്ഷേമ സഭ എന്നിവയുടെ നിയമോപദേശകനായിരുന്നു. ബാർ അസോസിയേഷനിലും സജീവമായി പ്രവർത്തിച്ചു. തായംകുളങ്ങര ക്ഷേത്രം നവീകരിക്കുന്നതിൽ മുഖ്യ പങ്കുവഹിച്ചത് CK ആയിരുന്നു. നമ്പൂതിരിപ്പാടിനെ കുറിച്ച് ജ്ഞാനസാരഥി എന്ന പേരിൽ ഒരു ഡോക്യുമെന്ററി നിർമ്മിച്ചു. കഥകളി ക്ലബിന്റെ സമ്പൂർണ്ണ വിവരങ്ങൾ അടങ്ങിയ ചരിത്രരേഖ തയ്യാറാക്കിയത് ഇദ്ദേഹമാണ്. കലാമണ്ഡലം 2021-ൽ മുകുന്ദരാജ പുരസ്കാരം നൽകി ആദരിച്ചു. ബാർ അസോസിയേഷന്റെ പ്രവർത്തനങ്ങളിലും സജീവമായിരുന്നു.
ഭൗതിക ശരീരം രാവിലെ 10 മുതൽ 12 വരെ അയ്യന്തോളുള്ള വസതിയിലും തുടർന്ന് ചേർപ്പിൽ തറവാട്ടിലും പൊതുദർശനത്തിന് വച്ചിരുന്നു. വൈകിട്ട് 3 മണിക്ക് അന്ത്യകർമ്മങ്ങൾക്കു ശേഷമാണ് സംസ്കാരം നടന്നത്. ഭാര്യ രമണി അന്തർജനം, മക്കൾ രാജൻ, ജയ അവണൂർ, മരുമക്കൾ സന്ധ്യ രാജൻ, ദാമോദർ അവണൂർ എന്നിവരാണ്. പ്രധാന വാർത്തകൾ വീണ്ടും. നിർമ്മാണം പൂർത്തിയാക്കി പുത്തൂരിലെ സുവോളജിക്കൽ പാർക്ക് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്തു. മാടക്കത്ര പഞ്ചായത്തിലെ കച്ചിത്തോട് ഡാം ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ ഉദ്ഘാടനം ചെയ്തു. ഫീസ് വർധനയിൽ പ്രതിഷേധിച്ച് മണ്ണുത്തി കാർഷിക സർവകലാശാല ആസ്ഥാനത്തേക്ക് SFI നടത്തിയ മാർച്ചിൽ സംഘർഷം. പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. വടക്കാഞ്ചേരി ഗവൺമെന്റ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ പുതിയ ബ്ലോക്ക് നിർമ്മാണ ഉദ്ഘാടനം സേവ്യർ ചിറ്റലപ്പള്ളി MLA നിർവഹിച്ചു. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിച്ചു. നമസ്കാരം.